ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് അതിൻ്റെ ചുവട് മുന്തിരിയെക്കുറിച്ച് കാണിച്ചിരുന്നു. നമ്മുടെ നാടൻ വൈൻ മുന്തിരിയെക്കുറിച്ച് കാണിച്ചിരുന്നു. അതിൻ്റെ ചുവടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് 2 മൂട് മുന്തിരിയാണ്. 2 മുന്തിരി മാത്രമേ ഉള്ളൂ. അത് ശരിക്കും അത് വളർന്നിട്ട് അത് നീളത്തിൽ പടന്ന് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വരെയും പടന്നു പോയിരിക്കുകയാണ്. അതിൻ്റെ തടി പോലെ ആയിരിക്കുന്നു. പക്ഷേ നീളത്തിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ അത് ക്രോപ്പ് ചെയ്യാതെ നീളത്തിൽ തന്നെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അത് എത്ര വീണമെങ്കിലും ഒരു 50 അടി നീളത്തിൽ വരെയും ഇത് വളർന്നു പോകുന്നതാണ്. ശരിക്കും ക്രോപ്പ് ചെയ്ത് നിർത്തുന്നത് ഫാമിങ്ങിൽ, ചെറിയ ഫാമിലൊക്കെ ആയിട്ടാണ് ഇത് ക്രോപ്പ് ചെയ്ത് നിർത്തുന്നത്. ഇത് വൈൻ മുന്തിരിയാണ്, കറുത്തിട്ടുള്ള മുന്തിരിയാണ്. ഇത് ശരിക്കും നമ്മൾ ടെറസിന് നല്ല തണലുമാണ്, നമുക്ക് നല്ല മുന്തിരിങ്ങ കഴിക്കുകയും ചെയ്യാം. ഇത് വ്യാവസായ അടിസ്ഥാനത്തിൽ വളർത്തുന്നവരുണ്ട്, അല്ലാതെ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായിട്ട് വളർത്തുന്നവരുമുണ്ട്. ഇത് മുന്തിരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പിന്നീട് അടുത്ത കാര്യങ്ങളിൽ പറഞ്ഞു തരാം. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മുന്തിരിയെ കുറിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ കൊമ്പുകൾ, ശാഖകളാണ് പടർത്തി ഞാൻ മുകളിലോട്ട് വളർത്തിയിരിക്കുന്നത്. ഇത് ഡൽഹിക്ക് അടുത്ത സ്ഥലം, നോർത്ത് ഇന്ത്യയിലാണ്. ഇവിടെ ഇങ്ങനെ ഭയങ്കരമായ ചൂടാണ്, അതിശക്തമായ ചൂട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടുത്ത് ഭയങ്കര സുരക്ഷിതമാണ്. എല്ലാവരും ഷീറ്റൊക്കെ ഇട്ട്, ഫൈബർ ഷീറ്റും മറ്റ് ടിൻ ഷീറ്റുകളും ഒക്കെ ഇട്ട് കൂടുതൽ ചൂട് കൂട്ടുന്നതല്ലാതെ ആ സമയത്ത് നമുക്ക് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും. ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുകയും. ഏറെക്കുറെ ഇതിൻ്റെ പഴങ്ങളെല്ലാം നമ്മൾ പറിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് മാത്രം പഴങ്ങൾ അങ്ങ് നിൽപ്പുള്ളൂ. ശരിക്കും ഇത് നമ്മളെ ബ്ലഡ് സർക്കുലേഷന് പറ്റിയൊരു വൈൻ മുന്തിരി എന്ന് പറയും. നമ്മുടെ പണ്ട് കാലങ്ങളിൽ കിട്ടുമായിരുന്നു നാടൻ മുന്തിരി എന്ന് പറയും. അതായത് അരിയുള്ള കറുത്ത മുന്തിരിങ്ങ. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നഴ്സറിയിലൊക്കെ പോയിട്ട് നമ്മൾ അതിൻ്റെ ഈ തൈ വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ അവരതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ച് അതിൻ്റെ തൈ തരും. ഒരിക്കലും അത് വാങ്ങിക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വിശ്വസ്തരായിട്ട് ഒരു മിനിറ്റ് അതിൻ്റെ കായ ഞാൻ കാണിച്ചു തരാം. നല്ല പച്ച മുന്തിരിങ്ങയാണ്, അതിൻ്റെ കായാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് തന്നെ നല്ല പഴുത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളർ വന്നിട്ട് അത് നല്ല കറുത്തിട്ട് വരും. കറുത്ത് വന്നിട്ട് നല്ല മുന്തിരിങ്ങ കിട്ടും. അത് സൂക്ഷിച്ച് അത് കിളികളൊന്നും കൊണ്ടുപോകാതെ നന്നായിട്ട് നെറ്റിട്ട് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് തനിയെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ അരി ഇട്ട് മുളപ്പിച്ച തൈകൾ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കരുത്. അതിന് ഫലം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഇത് പതിപ്പിച്ചെടുക്കുന്നത്, അതായത് തണ്ട് പതിപ്പിച്ചെടുക്കുന്ന അതിന് മാത്രമേ ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. തണ്ടുകളായിട്ട് പതിപ്പിച്ചെടുക്കണം. തണ്ടിൽ നിന്ന് മുറിച്ചിട്ട് ഒരു ഭാഗം, അപ്പം ഞാൻ അത് കാണിച്ചു തരാം, അതിനെക്കുറിച്ച് കാണിച്ചു തരാം. തണ്ടിൽ നിന്നൊരു ഭാഗം, ഇത് മൊത്തം ടെറസിൻ്റെ മുകളിൽ വരെ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്. താഴെ നിന്ന് പടർത്തിയിട്ട് അത് മുകളിലോട്ട് ടെറസിൻ്റെ മുകളിൽ വരെ ഞാനങ്ങ് പടർത്തി കയറ്റിയിട്ട് ഇത് ഇങ്ങനെ പടന്ന് നീളത്തിൽ പോകും. അതെ, ഈ കാണുന്ന ഈ തണ്ടിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു ചെറിയ ഭാഗം നമ്മൾ പതിപ്പിച്ചെടുക്കും. പതിപ്പിച്ചെന്ന് വെച്ചാൽ മണ്ണ് വെച്ചോ അല്ലെങ്കിൽ അറക്കപ്പൊടി വെച്ചോ കവർ ചെയ്ത് കുറേ നാൾ നിൽക്കുമ്പോൾ അവിടെ വേര് പൊട്ടും. വേരിറങ്ങി കഴിയുമ്പോൾ ആ ഭാഗം മുറിച്ചെടുത്ത് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് വേരുകളാണ്. ഈ കാണുന്ന ചെറിയ വേരുകളില്ലേ, ഈ വേരുകൾ അവിടെ വെച്ച് നമുക്കിവിടെ ഇപ്പം മണ്ണ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കിറ്റിനകത്തിട്ട് മണ്ണ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് മുറിച്ചെടുത്ത് മറ്റൊരു പാർട്ടാക്കി നമുക്ക് വേറെടുത്ത് കൊണ്ടുപോയി നടാൻ പറ്റും. പക്ഷേ ഇത് മുറിക്കാൻ പറ്റില്ല. ഇത് ഭയങ്കരമായ തടി പോലെ ആയിപ്പോയി, വലിയ തടിയായിപ്പോയി. ഇതിൻ്റെ ചെറിയ ശാഖകൾ നമുക്ക് മുറിച്ചിട്ട് നമുക്കങ്ങനെ കൊണ്ടുപോയി വയ്ക്കാം. ഇപ്പം തണലിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർ ഇത് ക്രോപ്പ് ചെയ്യരുത്. നീളത്തിൽ അങ്ങ് വളർത്തി 3-ാമത്തെയോ 4-ാമത്തെയോ ഫ്ലോറിൻ്റെ മുകളിൽ വരെയും നീളത്തിൽ പൊയ്ക്കോളും.